ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നതിനെ ഓർത്ത്. പലപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ബലിയർപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനിന്ന് വചനം പങ്കുവയ്ക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എത്രമാത്രം മനുഷ്യൻ്റെ പദ്ധതിയേക്കാൾ വലുതാണെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തിനെക്കുറിച്ചാണ് നമുക്ക് ഈ ദിവസം ചിന്തിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ക്രിസ്മസിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ ചിന്തകളൊന്നാണ് പ്രത്യാശയുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷയുള്ളവരായിരിക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പുണ്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രത്യാശയാണ്. അപ്പോൾ പ്രത്യാശയെക്കുറിച്ച് ചെറിയ രണ്ട് വാക്കുകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും രണ്ട് വീട്ടിലെ ഒരു കോഴിയും ഒരു കഴുതയും, വീട് അടുത്തടുത്താണ്, ഒരു അയൽവാസികളാണ്. അപ്പോൾ ഈ കോഴിയും കഴുതയും ഇങ്ങനെ സൗഹൃദം, വീട്ടുവിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അടുത്ത് വരികയാണ്. അപ്പോൾ ഈ കോഴി കഴുതനോട് ചോദിക്കുകയാണ്, കഴുതച്ചേട്ടൻ എങ്ങനെയുണ്ട്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കഴുതച്ചേട്ടൻ പറയുകയാണ്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലൊക്കെ പോകുന്നു. ആകെ ഒരു പ്രതീക്ഷ എന്നുള്ള കാര്യം, വീട്ടിലെ ചേച്ചി എപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ ഏതെങ്കിലും കഴുതേൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. ഒരു പ്രതീക്ഷ എൻ്റെ കൂടെ ഇറങ്ങി വരും, ചേച്ചി എൻ്റെ കൂടെ ഇറങ്ങി വരും എന്ന പ്രതീക്ഷയാണ് ഈ കഴുതയ്ക്കുള്ളത്. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ പ്രത്യാശയുടെ കൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ പരിശ്രമിക്കാം. യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലതിനെ കണ്ടെത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ കുറച്ച് ഇറച്ചി, മീൻ, ഈ ഭക്ഷണസാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് കൂടുതലായിട്ട് നന്മയിലേക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലതിനെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു നോമ്പാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോമ്പിലൂടെ ക്രിസ്തുവിൻ്റെ ജനനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രത്യാശയുടെ ഓരോ ഭാഗങ്ങളും വചനങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചനം മുഴുവനായിട്ട്, ബൈബിൾ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യാശയുടെ ഒരു ചരിത്രം എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യ മാതാപിതാക്കൾ പാപത്തിൻ്റെ അടിമപ്പെട്ടു പോകുമ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഇടപെടുകയും ഒരു രക്ഷയുടെ ക്രമീകരണം നടത്തുകയും പിന്നീട് അബ്രാഹത്തിലൂടെയും ഇസ്രായേൽ ജനത്തിലൂടെയും ദാവീദിലൂടെയും പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ഒക്കെ ഈ ചരിത്രം ഒക്കെ നീണ്ടു പോവുകയും പിന്നീട് പുതിയ നിയമത്തിൽ യേശുവിലൂടെയും ശിഷ്യന്മാരിലൂടെയും ഇന്ന് സഭയിലൂടെയും ഈ ഒരു ചരിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യാശയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളാണെന്ന ബോധ്യത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് പ്രത്യാശയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വൈ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ടല്ലേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു? ഇപ്പോൾ വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യം, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? ഈ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അവയെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടി നമ്മൾ ജീവിക്കുന്നവരാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. നമ്മൾ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ കഴുകന്മാരുടെയും ഈ പരുന്തുകളുടെയൊക്കെ ജീവിതം ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70 വർഷം വരെയൊക്കെ പരുന്തുകളൊക്കെ ജീവിക്കുമെന്ന് ഈ ശാസ്ത്രമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പരുന്തുകൾക്ക് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഈ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം മരണമടയാം, അല്ലെങ്കിൽ ഒരു വേദന നിറഞ്ഞൊരു പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനുണ്ടായിരുന്ന യുവത്വം വീണ്ടും തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനായിട്ട് ഈ പരുന്തുകൾ ഏറ്റവും മലയുടെ ഇടുക്കിലേക്ക് പോവുകയാണ്.
അവിടെ ചെന്നിട്ട് അവരുടെ ചുണ്ടുകളെ ആ പാറയിൽ ഉരച്ച് അതുങ്ങൾ നശിപ്പിക്കും. അത്രയും വേദന നിറഞ്ഞ ആ ഒരു പ്രക്രിയയിലൂടെ നിന്ന് കടന്നു പോകും. അതുങ്ങളുടെ ചിറകുകൾ അല്ലെങ്കിൽ തൂവലുകൾ അവ തന്നെ കൊഴിച്ച് കളയും, നഖങ്ങൾ ഒടിച്ചു കളയും. എന്നിട്ട് പുതിയ തൂവലുണ്ടാകുവാനായിട്ട് കുറേ കാലം അതിനുള്ളിൽ ഈ പരുന്തുകൾ ക്ഷമയോടെ കാത്തിരിക്കും. പിന്നീട് പുതിയ കൊക്ക് വരും, പുതിയ നഖം വരും, പുതിയ തൂവലുകൾ വരും. പിന്നീട് ഉണ്ടായിരുന്ന അതിനേക്കാളും ശക്തിയോടുകൂടെ ഈ പരുന്തുകൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ പരുന്തുകളെ പോലെ ചെറുകടിച്ച് ഉയരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ നമ്മൾ എപ്രകാരം അവയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നു, അതാണ് നമ്മളെ വിലയിരുത്തുന്നത്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളും ഈ പ്രത്യാശനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും യേശുപിതാവിൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്രകാരമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളെ അവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണുള്ള ബോധത്തോടെ സ്വീകരിക്കാൻ തയ്യാറെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോട് അവർ യെസ് പറയുവാനും അവയെ മനക്കരുത്തോടു കൂടെ സ്വീകരിക്കാനും തയ്യാറായപ്പോഴാണ് ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും തരണം ചെയ്യുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മളും ഈ ക്രിസ്മസിന് ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യാശയുടെ ഒരു തീർത്ഥാടകരായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഈ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പരുന്തുകളെ പോലെയും ഈ യേശുപിതാവിനെ പോലെയും മാതാവിനെ പോലെയും നമുക്കും അവയെ ദൈവഹിതത്തോടു കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്കും സാധിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ സെമിനാരിയിൽ ചേർന്ന കാലഘട്ടത്തിൽ വലിയ പഠിപ്പൊന്നുമില്ലായിരുന്നു. സാധാരണ രീതിയിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ 10ാം ക്ലാസ് ആയപ്പോഴാണ് വീട്ടുകാരോട് പറയുന്നത്, ഇങ്ങനെ സെമിനാരിൽ പോകാനൊരാഗ്രഹമുണ്ട്. അപ്പോഴാണെങ്കിൽ വീട്ടുകാർ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഇഷ്ടംപോലെ ചെയ്തോ, സെമിനാരിയിലേക്ക് പോക്കോ. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൽ വളരെ മാർക്ക് കുറവായിരുന്നു. പലരും വിചാരിച്ചത് മാർക്ക് കുറവായതുകൊണ്ട് സെമിനാരിലൊരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പോരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ സെമിനാരിൽ പോയി. അപ്പോൾ സെമിനാരിൽ ചെന്നപ്പോഴാണെങ്കിൽ നല്ല സ്ഥലം, നല്ല ആൾക്കാർ, കുറേ കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ എന്നാൽ സെമിനാരിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ചില തീരുമാനങ്ങൾ, നമ്മുടെ മനക്കരുത്തോടു കൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മൾ എത്രമാത്രം വിശ്വസ്തയോടെ നിലനിർത്താനായിട്ട് പരിശ്രമിക്കുന്നു, അതിനനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകളും ഒക്കെ വർഷിക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ചെറുതാണ്, ഈ കാണുന്ന വലുപ്പമോ ഈ ശരീരമൊന്നുമില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ ഏറ്റവും ചെറുതായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. എൻ്റെ ശബ്ദം ഭയങ്കര കുറഞ്ഞ ശബ്ദമായിരുന്നു. എന്തായാലും ഈ നമ്മുടെ ഈ പ്രദക്ഷിണമൊക്കെ പോകുവാണെങ്കിൽ ഏറ്റവും പൊക്കം കുറഞ്ഞവരായിരിക്കും ഏറ്റവും മുമ്പിൽ തിരിയൊക്കെ പിടിച്ച് നിൽക്കുക. അപ്പോൾ എന്ത് പരിപാടി വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും മുന്നിൽ തിരി പിടിക്കാനായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമാണ്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കാനായിട്ട് ഒരു ബ്രദർ വരും. ഞങ്ങൾ നോക്കുന്നൊരു ബ്രദറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം, ഈ പൊക്കമില്ലാത്തവർക്കൊന്നും ബാസ്കറ്റ് ബോൾ കളിക്കാനോ അല്ലെങ്കിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ലെന്ന് പറയുകയാണ്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമായി. ഈ പൊക്കമില്ലാത്തവർക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്നാൽ അതിനെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂട്ടുകാരുടെ കൂടെയൊക്കെ ഉപരിയായിട്ട് എന്താ പറയുക കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാനൊക്കെ പരിശ്രമിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഞങ്ങൾ മാനന്തവാടിയിലായിരുന്നു. സെക്കൻഡ് ഇയർ +1 +2 കഴിഞ്ഞു. തേർഡ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വലിപ്പമൊക്കെ ആയി, പൊക്കമൊക്കെ ആയി. ഈ ഞങ്ങൾ ഫിലോസഫി പഠിക്കാനായിട്ട് ആലുവയിലേക്ക് എത്തിയപ്പോഴേക്കും ടീമിലൊക്കെ ചേർന്ന് കളിക്കാനൊക്കെ ആയി. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ ബ്രദർ ഞങ്ങളുടെ സീനിയറായിട്ട് ആലുവയിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയി, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അങ്ങനെ ഈ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുമെന്ന് നമ്മുടെ ജീവിതത്തോടു കൂടെ കാണിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടൊരു വാശി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളോട് പലപ്പോഴും പലരോട് പറയുന്ന കാര്യമൊക്കെ ആയിരിക്കും, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് ഇതൊന്നും നേടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാഹചര്യത്തിലൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, ഒരു പോസിറ്റീവായിട്ടൊരു വാശി ഉണ്ടായിരിക്കണം. ആരെ നശിപ്പിക്കാനോ തരം താഴ്ത്താനോ ഇടിച്ച് നിരത്താനോ ഒന്നുമല്ല. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വാശി. ഇപ്പോൾ നമ്മളും പലപ്പോഴും നമ്മുടെ ഈ കുടുംബജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ആണെങ്കിലും പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുവാനായിട്ട് നമുക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാശി ഉണ്ടായിരിക്കണമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കണം. ഇപ്പോൾ സ്നേഹമുള്ളവർ, നമ്മളും ഈ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് കടന്നു പോകുമ്പോൾ
നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് നൽകിയിട്ടുള്ളവരാണല്ലേ. നമ്മൾ മാമോദീസായിലൂടെ നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന കാലം തൊട്ട് തന്നെ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരാണ്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അറിയത്തില്ല, നിങ്ങളുടെയൊക്കെ മാമോദീസൻ്റെ സമയത്ത് ഒരു വെള്ളവസ്ത്രം തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. ആ വെള്ളവസ്ത്രം ഇപ്പോൾ എവിടെയാണെന്ന് ആരെങ്കിലും അറിയാവോ? ചെറുതായി പോയിട്ട് ഇപ്പോൾ വല്ല കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. ആ വെള്ളവസ്ത്രം ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത അവസാനം വരെ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ വെള്ളവസ്ത്രത്തിലൂടെ തന്നത്. ഒരുപക്ഷെ അത് ചെറുതായിട്ട് നശിച്ചൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കും. ആ വെള്ളവസ്ത്രത്തോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമുക്കും ആ വിശ്വസ്തയോടുകൂടി നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ ഗലാത്യക്കാർക്കെതിരെ ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുകയില്ല നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യാശയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശയിൽ കുപ്പൂത്തേണ്ടി വരികയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യാശയോടുകൂടെ മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാമോദീസായിലൂടെയും ഈ കൂദാശകളിലൂടെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും ഈ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലേ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ച ക്രിസ്തുവിനെ വളർത്തുവാനായിട്ട് നമുക്കും സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മളും ഇതിന് ഉദാഹരണമായിട്ട് നോക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, ജീവിതം തുടങ്ങിയ സമയം മുതൽ ജീവിത അവസാനം വരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് വിധേയപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ വളർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ നമ്മൾ പിൻചെല്ലുമ്പോൾ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, പരിശുദ്ധ അമ്മേനെ പോലെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ലോകത്തിൻ്റെ സുഖത്തോടുകൂടെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ, സ്വത്തും സമ്പാദ്യവും അധികാരമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം നഷ്ടപ്പെട്ടത് ഒരു കാര്യം ക്രിസ്തുവിനെയായിരുന്നു. പിന്നീട് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ വെച്ച് വസ്ത്രം വരെ ഉപേക്ഷിക്കുവാനായിട്ട്, സ്വത്തും സമ്പാദ്യമൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായപ്പോഴാണ് ഫ്രാൻസിസ് അസീസി മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടത്. അതായത് നമുക്ക് ഇന്നലകളിൽ നമുക്ക് നൽകിയിരുന്ന സുഖങ്ങളും നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന പലതിനോട് നമ്മൾ നോ പറയാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കാം. പലപ്പോഴും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ ആയിരിക്കാം ഈ സന്തോഷവും. ചിലപ്പോൾ ചില ബന്ധങ്ങളിലായിരിക്കാം, ചില ഫോണിൻ്റെയൊക്കെ ഒരു ഉപയോഗത്തിലായിരിക്കാം, പണത്തിലായിരിക്കാം, അധികാരത്തിലായിരിക്കാം. അപ്പോൾ നമ്മളെ ഇന്നലെ വരെ സന്തോഷിപ്പിച്ചിരുന്ന പലതിനോടും നമ്മൾ നോ പറയാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ സക്കേവൂസിനെ കണ്ടുമുട്ടുന്നുണ്ടല്ലേ. ചില പിടുത്തങ്ങൾ വിട്ട് ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ വളർത്തുവാനായിട്ട് സാധിക്കുക. ഈ സക്കേവൂസ് ആണെങ്കിൽ ഈശോനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടെ യേശുവിന് മുന്നേ ചെന്നിട്ട് സിക്കമോ മരത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞ് ഇറങ്ങി വരാൻ പറയുമ്പോൾ, ആ പിടുത്തം വിട്ട് ഇറങ്ങി വരാൻ തയ്യാറായപ്പോഴാണ് ഈ സക്കേവൂസ് തനിക്കുണ്ടായിരുന്ന ലാഭത്തേക്കാൾ 4 ഇരട്ടിയായിട്ട് തിരിച്ചു നൽകുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില പിടുത്തങ്ങൾ അധികാരത്തിൻ്റെ ആയിരിക്കാം, ചില ബന്ധങ്ങളുടെയൊക്കെ ആയിരിക്കാം. ആ പിടുത്തങ്ങൾ വിട്ട് നമുക്ക് ഇറങ്ങി വരുവാനായിട്ട് പരിശ്രമിക്കാം. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം, ഒരു അന്വേഷണം അനിവാര്യമാണ്. നമ്മൾ ഈ യേശു ജനിച്ച സമയത്ത് 3 പൂജാ രാജാക്കന്മാർ യേശുവിനെ കാണുവാനായിട്ട് ഈ പുൽക്കൂട്ടിലേക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ അവരും തീക്ഷ്ണമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈശോയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുവാനായിട്ടുള്ള, കണ്ടെത്തുവാനായിട്ട് തീക്ഷ്ണമായിട്ടുള്ളൊരു പരിശ്രമവും അന്വേഷണവും അനിവാര്യമാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വളർത്തുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തെ
പലപ്പോഴും നമ്മൾ പറയുന്ന വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ നല്ലതായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ പലപ്പോഴും പലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാത്യുവച്ചൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നൊരു കാര്യം, നമ്മളെ നട്ടെടുത്ത് മുളയ്ക്കുവാൻ അല്ലെങ്കിൽ പുഷ്പിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയൊക്കെ ചെന്നാലും അവിടുന്ന് നമ്മളും പരിഹാരങ്ങൾ അല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളെല്ലാം കൂടെയും കടന്നു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ നിലനിൽക്കുവാനും ആ സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കുറച്ചും കൂടെയൊക്കെ അർത്ഥപൂർണ്ണമായിട്ട് തീരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരു 3 കാര്യങ്ങളാണ് നമ്മളായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു 3 കാര്യങ്ങൾ പറയുന്നത് ഹൗ മച്ച് യു ലവ്ഡ്, എത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യവയസ്കം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മിഡിൽ ഏജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ എത്രമാത്രം നമുക്ക് സ്നേഹം പുലർത്തുവാനായിട്ട് സാധിച്ചു. രണ്ടാമതായിട്ട്, എത്രമാത്രം കുലീനമായിട്ടാണ് നമ്മൾ ജീവിച്ചത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോയപ്പോഴൊക്കെ നമ്മൾ അവയെ എപ്രകാരമാണ് സ്വീകരിച്ചത്. ഏറ്റവും അവസാനമായിട്ട്, ഹൗ ഗ്രേസ്ഫുള്ളി ലെറ്റ് ഗോ ഓഫ് തിങ്സ് ദാറ്റ് ആർ നോട്ട് മെൻറ്റ് ഫോർ യു. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് അല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് വിധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അർഹമില്ലാത്ത കാര്യങ്ങൾ പോകുവാനായിട്ട് നമ്മൾ എത്രമാത്രം കൃപയോടുകൂടെ അവയെ പോട്ടെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ചില തീരുമാനങ്ങളൊക്കെ പാളിപ്പോയപ്പോൾ, തെറ്റിപ്പോയപ്പോഴൊക്കെ നമ്മൾ സാരമില്ല, അത് പോട്ടെ എന്ന മനോഭാവത്തോടുകൂടെ എപ്രകാരം നമുക്ക് വ്യാപരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളും ഈ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രത്യാശ കൈവിടാതിരിക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അവസാനമായിട്ട് ഒരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പെൻസിൽ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ പെൻസിലുകൾ വിൽക്കുവാനായിട്ട് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ഉപദേശങ്ങൾ ഈ പെൻസിലുകളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ പെൻസിലോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, യു ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ് ഇഫ് യു അലോ യുവർ സെൽഫ് ടു ബി ഹെൽഡ് ബൈ സംവൺ. അതായത് നിനക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എപ്പോഴാണ് നിന്നെ മറ്റൊരാൾ പിടിക്കുവാനായിട്ട് നിന്നെ അനുവദിക്കുമ്പോൾ. ഒരിക്കലും പെൻസിലുകൾ തന്നെയൊന്നും എഴുതില്ലല്ലേ. ഇപ്പോൾ നല്ലൊരു പടം വരയ്ക്കുന്ന ഒരു വ്യക്തിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ കിട്ടുവാണെങ്കിൽ അദ്ദേഹം ആ പെൻസിൽ ഉപയോഗിച്ച് നല്ല പടങ്ങൾ വരയ്ക്കും. ഒരു നല്ല എഴുത്തുകാരൻ്റെ കയ്യിൽ നല്ലൊരു പെൻസിൽ കിട്ടുവാണെങ്കിൽ ആ എഴുത്തുകാരൻ അതുപയോഗിച്ച് നല്ല രചനകൾ സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പെൻസിൽ കുറിപ്പിക്കേണ്ടി വരും അല്ലേ. ബൈ ടൈം ടു ടൈം യു ഹാവ് ടു ഷാർപ്പൺ യുവർ സെൽഫ്. അതായത് കുറച്ചും കൂടെയൊക്കെ മൂർച്ച കൂട്ടി എഴുതുവാനായിട്ട് സാധിക്കുന്നത് കുറച്ചും കൂടെയൊക്കെ ഷാർപ്പൺ ചെയ്യുമ്പോൾ, കൂർമ്മിക്കുമ്പോഴാണ്. അപ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ ഇല്ലാതാക്കാനോ വേണ്ടിയല്ല. സഹനങ്ങൾ നമ്മളെ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തോടുകൂടെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ നമ്മൾ എപ്രകാരം സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ നമ്മുടെ സഹനങ്ങൾ നമ്മളെ നശിപ്പിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ബോധ്യത്തോടു കൂടെ അവയെ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവസാനമായിട്ട് പറയുന്ന കാര്യം, വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് യു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ പെൻസിലിൻ്റെയൊക്കെ ഉള്ളിലുള്ള ലെഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലെഡില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ക്രിസ്തുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ള ബോധ്യത്തോടു കൂടെ അവന് പ്രാധാന്യം നൽകി ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്മസിനൊക്കെ ഒരുക്കമായിട്ട് നമ്മൾ പുൽക്കൂടുകളൊക്കെ ഒരുക്കി നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിനുള്ളിലും ജനിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. എല്ലാ പുൽക്കൂടുകളിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പുൽക്കൂടുകളിലാണ്. പുൽക്കൂടിൽ നമുക്ക് രക്ഷകനെ കാണാൻ സാധിക്കും, പരിശുദ്ധ അമ്മേനെ കാണാൻ സാധിക്കും, നമ്മുടെ യോസേപ്പിതാവിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ അന്വേഷണങ്ങൾ ഈ ഒരു തിരുക്കുടുംബത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പുൽക്കൂടുകൾ നമ്മളെ ഓർമ്മിക്കുന്ന മറ്റൊരു കാര്യം കൂടെയും, ഒരു കുനിഞ്ഞ് പ്രവേശിക്കേണ്ട ഒരു ഇടമാണ് പുൽക്കൂടുകൾ അല്ലേ. നമ്മളാരും പുൽക്കൂടുകൾ വലിയ നമ്മൾ കൊട്ടാരമൊക്കെ ഉണ്ടാകുമെങ്കിലും പുൽക്കൂട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നമുക്ക് കുനിഞ്ഞ് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എളിമയോടുകൂടെ വ്യാപരിക്കാൻ തയ്യാറാകേണ്ട ഒരു ഇടങ്ങളായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതമെന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. പിന്നെ നമ്മളറിയാം, ഈ പുൽക്കൂട്ടിലേക്ക് വന്നവർ തിരിച്ചു പോകുന്ന മറ്റൊരു വഴി കൂടെയാണ്. പൂജരാജാക്കന്മാർ യേശുവിനെ കാണുവാനായിട്ട്
ഒരു വഴി കൂടെ വരികയാണ്. അപ്പം ഹെറോദോസിൻ്റെ ഭീഷണി മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്ന മറ്റൊരു വഴിയിലാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ട് ക്രിസ്മസൊക്കെ കഴിയുമ്പോഴും നമ്മുടെ ഈ നോമ്പും ഈ പുണ്യപ്രവർത്തികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഒരു മാറ്റത്തിന് വിധേയമാകും. നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിലൊരു യൂട്ടേൺ എടുത്ത് തിരിഞ്ഞു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്മസും ഈ നോമ്പാചരണങ്ങളും ഈ പുണ്യപ്രവർത്തികളുമൊക്കെ കുറച്ചും കൂടെയൊക്കെ ഫലദായകമാകുന്നതും കുറച്ചും കൂടെയൊക്കെ കൃപ നിറഞ്ഞതുമാകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളും ക്രിസ്മസിൻ്റെ ഈ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രിസ്മസിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പരിശ്രമിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളില്ലാതാക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥത പരിശ്രമിക്കാം. ഗോഡ് ഈസ് വിത്ത് അസ്, ഇമ്മാനുവേൽ. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെയാണെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം എത്രമാത്രം വിഷമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.